ഇപ്പോൾ കേരളത്തിന്റെ പകുതി 7 ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുപ്പിനായി വോട്ട് ചെയ്യാനായി ഒരുങ്ങിയിരിക്കുകയാണ്. 595 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. ആദ്യഘട്ട പോളിംഗ് ആണ് അല്പസമയത്തിനകം ആരംഭിക്കാൻ പോകുന്നത്. പലയിടങ്ങളിലും മോക്ക് പോളിംഗ് പൂർണ്ണമായിട്ടുണ്ട്. നമ്മൾ പോകുന്നത് കൊല്ലത്തേക്കാണ്. കൊല്ലത്ത് നിന്ന് അരുൺ രാജ് പ്രേക്ഷകർക്കൊപ്പം ചേരും. അരുൺ, ഗുഡ് മോർണിംഗ് അഗെയിൻ. ഇപ്പോൾ അരുൺ ഏത് ബൂത്തിലാണ്? മുൻപ് നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ സവിശേഷമായ പല പ്രാദേശിക വിഷയങ്ങളും ഉള്ള ഒരു ജില്ലയാണ് കൊല്ലം. അപ്പോൾ കൊല്ലം ജില്ലയിൽ വിധിയെഴുത്തിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ടോ? മോക്ക് പോളിംഗ് പൂർത്തിയായോ? വോട്ടേഴ്സ് പോളിംഗ് ബൂത്തിലേക്ക് എത്തി തുടങ്ങിയോ? ഞാനിപ്പോൾ ഉള്ളത് ഹൈസ്കൂൾ ജംഗ്ഷനിലുള്ള ഈ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹൈസ്കൂളിലാണ്. ഇവിടെ ഇപ്പോൾ മോക്ക് പോളിംഗ് പൂർത്തിയായി. ഈ ബൂത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ ഏജന്റുമാരെ കൊണ്ടടക്കം ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഉദ്യോഗസ്ഥർ വോട്ടിംഗ് മെഷീൻ ഇപ്പോൾ സീൽ ചെയ്യുകയാണ്. ഈ വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്ത് കഴിഞ്ഞാൽ അല്പസമയത്തിനകം തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. ഈ വോട്ടിംഗ് ഇപ്പോൾ നിലവിൽ ക്യൂ ഒന്നും പുറത്തേക്ക് ഇല്ല. ആളുകൾ എത്തി തുടങ്ങുന്നതേയുള്ളൂ. കാരണം രാവിലെ തന്നെ പരമാവധി വോട്ടർമാരെ എത്തിക്കാനുള്ള ശ്രമം രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് വലിയ തോതിൽ രാവിലെ തന്നെ വോട്ടിംഗ് കൊല്ലത്ത് നടക്കും. കാരണം തീരദേശ മേഖലയടക്കമുണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ വലിയ രീതിയിൽ വോട്ടിംഗ് നടക്കും എന്നുള്ളതാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് ഉദ്യോഗസ്ഥർ ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ ഇപ്പോൾ സീൽ ചെയ്യുകയാണ്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മോക്ക് പോളിംഗ് പൂർത്തിയാക്കിയ ശേഷം വോട്ടിംഗ് മെഷീൻ സീൽ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. എല്ലായിടവും ഇത്തരത്തിൽ ഇപ്പോൾ മോക്ക് പോളിംഗിനുള്ള സജ്ജീകരണം കൊല്ലം ജില്ലയിൽ എല്ലായിടവും പൂർത്തിയായിട്ടുണ്ട് എന്നുള്ളതാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ഈ 61 പ്രശ്നബാധിത ബൂത്തുകളിലടക്കം ഇപ്പോൾ മോക്ക് പോളിംഗ് പൂർത്തിയായിട്ടുണ്ട്. ഇതുവരെ ഒരിടത്ത് പോലും ഈ പോളിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട തർക്കങ്ങളോ മറ്റു പരാതികളോ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥർ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ എത്തി ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ അത് പൂർത്തിയായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. അത് രാവിലെ നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ രാവിലെ തന്നെ സ്ത്രീകളടക്കമുള്ളവർ എത്തും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്യോഗസ്ഥരടക്കം നേരിട്ട് എത്തി ഇക്കാര്യങ്ങളിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോടക്കം അവരെ ബോധ്യപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ഈ ബൂത്തിൽ ഇപ്പോൾ വോട്ടിംഗ് മെഷീൻ വോട്ടെടുപ്പിന് പൂർത്തിയായി സജ്ജമായിട്ടുണ്ട്. നമുക്ക് ഈ പുറത്തേക്ക് വന്നാൽ സ്ഥാനാർത്ഥികളടക്കം അല്പസമയം മുമ്പ് ഇവിടെ എത്തി പോകുന്ന ദൃശ്യങ്ങളടക്കം നമ്മൾ കണ്ടതാണ്. കാരണം സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഓരോ ബൂത്തിലും അവരുടെ ബൂത്ത് ഏജന്റുമാർ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ ഉണ്ട്. രാവിലെ തന്നെ വോട്ട് ചെയ്യാൻ എത്തുന്നവരെയും ഈ ദൃശ്യങ്ങളിൽ കാണാം. രാവിലെ തന്നെ വോട്ട് ചെയ്യാനുള്ള രാവിലെ തന്നെ വോട്ട് ചെയ്യാന്ന് വെച്ച് വോട്ടറാന്ന് തോന്നുന്നു. ജോലിയൊക്കെ രാവിലെ എത്തുക, ജോലിക്ക് പോവാതെ രാവിലെ തന്നെ 6:30 തന്നെ വോട്ടിടാൻ എത്തുന്ന വോട്ടർമാരെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. കാരണം ഓരോരുത്തരെയും സംബന്ധിച്ച് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. സ്വാഭാവികമായി അവരതിൽ പങ്കെടുക്കുന്നു, ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ആൾക്കാർ എത്തി തുടങ്ങുന്നു വിവിധയിടങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ. പക്ഷേ കൃത്യം 7 മണിക്ക് മാത്രമേ വോട്ടെടുപ്പ് ആരംഭിക്കൂ എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്. അടുത്ത ബൂത്താണ്. ഇവിടെയും പൂർത്തിയായിട്ടുണ്ട്. ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി വോട്ടിംഗ് മെഷീൻ അടക്കം സീൽ ചെയ്ത് മാറ്റിയിരിക്കുകയാണ്. ഇനി ഇതിനുള്ളിലേക്കടക്കം നിയന്ത്രണം ഈ ഘട്ടത്തിൽ ഉണ്ട്. കാരണം നിലവിൽ പോലീസിന്റെ അടക്കം സാന്നിധ്യം പുറത്ത് ക്രമീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ദൃശ്യങ്ങൾ കാണുന്ന പോലെ തന്നെ ഉദ്യോഗസ്ഥർ അതിന്റെ മാനദണ്ഡ പ്രകാരമുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കി വോട്ടെടുപ്പ് അത് ഈ ബൂത്തിനെ പൂർണ്ണമായും സജ്ജമാക്കിയിരിക്കുകയാണ്. എന്തായാലും കൊല്ലം ജില്ലയിൽ ഇതുവരെ ഒരിടത്ത് പോലും വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ട പരാതികൾ ഇപ്പോൾ നിലവിൽ ഉയർന്നിട്ടില്ല. ക്രിസ്റ്റീന. ശരി. അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. രാഹുൽ വിജയൻ കൂടി ഇടുക്കിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രാഹുൽ വിജയൻ, എന്താണ് ഇടുക്കിയിൽ നിന്ന് പങ്കുവെക്കാൻ കഴിയുന്ന കാഴ്ചകൾ? രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി ജോലിക്കൊക്കെ പോവുക എന്നുള്ള ഉദ്ദേശമൊക്കെയുള്ള ആളുകൾ രാവിലെ തന്നെ ബൂത്തിലേക്ക് എത്തും. ഇനിയിപ്പോൾ അരമണിക്കൂർ സമയം മാത്രമാണ് ബാക്കിയുള്ളത്. പലയിടങ്ങളിലും മോക്ക് പോളിംഗ് പൂർത്തിയാവുന്നു. ഇതുവരെ ക്രിസ്റ്റീന യാതൊരു തരത്തിലുള്ള പരാതികളോ ആക്ഷേപങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉയർന്നു കേട്ടിട്ടില്ല അല്ലേ? അതെ. രാഹുൽ, എന്താണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരങ്ങൾ? റിജിത്ത്, മോക്ക് പോളിംഗ് ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും പൂർത്തിയായിട്ടുണ്ട്. ഒരിടത്തും പരാതി നിലവിൽ കേട്ടിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കട്ടപ്പന നഗരസഭയിലെ കൗന്തി വാർഡിലാണ്. അവിടുത്തെ വോട്ടിംഗ് സെന്ററിലാണ് നമ്മൾ നിൽക്കുകയും ചെയ്യുന്നത്. ഇവിടെ മോക്ക് പോളിംഗ് എല്ലാം പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട്. പോളിംഗ് ഏജന്റുമാർ ഉൾപ്പെടെയുണ്ട്. എല്ലാ തരത്തിലുള്ള സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിലൊക്കെ കാണുന്ന പോലെ തന്നെ രാവിലെ വോട്ട് ചെയ്യാൻ വേണ്ടി ആളുകളുടെ ഒരു നിര അല്ലെങ്കിൽ കാത്തു നിൽക്കേണ്ട ഒരു അവസ്ഥ അങ്ങനെ ഒരു സാഹചര്യം ഇവിടെ ഇല്ല. നിലവിൽ ആരും തന്നെ വോട്ട് രേഖപ്പെടുത്താൻ വേണ്ടിയുള്ള ആരും തന്നെ ഈ ബൂത്തിലേക്ക് എത്തിയിട്ടില്ല.
മറ്റ് ബൂത്തുകളിലും നമ്മൾ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. രാവിലെ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ ഒരു തിരക്ക് ഒരുപക്ഷെ ഇടുക്കി ജില്ലയിൽ പ്രത്യേകിച്ച് മലയോരത്ത് കുറയാനുള്ള സാധ്യതയുണ്ട്. അതിശൈത്യമാണ്, നല്ല തണുപ്പാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ആളുകൾ എഴുന്നേറ്റ് വരണമെങ്കിൽ ഒരല്പം പാടായിരിക്കും. ഒരുപക്ഷെ ഒരു 8 മണിക്ക് ശേഷം കൂടുതൽ ആളുകൾ എത്താനുള്ള സാധ്യതയുണ്ട്. ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ പോലും ഒരു 8 മണിക്ക് ശേഷം വന്ന് വോട്ട് രേഖപ്പെടുത്തി ജോലിക്ക് പോകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പായിരിക്കും അവർക്ക് നടത്തിയിരിക്കുക. അതിനപ്പുറത്തേക്ക് തോട്ടം തൊഴിലാളികളുണ്ട്. അവരൊക്കെ വോട്ട് രേഖപ്പെടുത്തുക ഉച്ചയ്ക്ക് ശേഷമായിരിക്കും. കാരണം പുലർച്ചെ അതിരാവിലെ തന്നെ ജോലിക്ക് പോകുന്ന ആളുകളാണ്. അവരൊക്കെ ജോലി കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം മടങ്ങിയെത്തി വോട്ട് രേഖപ്പെടുത്താനുള്ളൊരു ശ്രമമായിരിക്കും നടത്തുക. എന്തായാലും രാവിലെ ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ ഇടുക്കി ജില്ലയിൽ 83 പ്രശ്നബാധിത ബൂത്തുകളുണ്ട്. അവിടെയൊക്കെ കൂടുതൽ പോലീസിന്റെ വിന്യാസം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ പോലീസ് മേധാവി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ സംസ്ഥാനത്ത് തന്നെ ഏക ഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലും എല്ലാ തരത്തിലും ക്രമീകരണങ്ങൾ പൂർത്തിയാക്കി വോട്ടെടുപ്പിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് എന്നും ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നമുണ്ടാകുന്ന സ്ഥലങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിൽ സാഹചര്യം നിലനിൽക്കുന്ന ബൂത്തുകളോ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടി 3 മുന്നണികളും കാണുന്ന ഒരു ജില്ല കൂടിയാണ്. കാരണം ഭൂപ്രശ്നങ്ങൾ വലിയ തരത്തിൽ ചർച്ചയായ ഒരു ജില്ല കൂടിയാണ്. ഭൂപതിവ് ചട്ട ഭേദഗതി ഉൾപ്പെടെ LDF സർക്കാർ കൊണ്ടുവന്നു. അത് പ്രചരണ ആയുധമാക്കിക്കൊണ്ടാണ് LDFന്റെ ഒരു പ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. എന്നാൽ അത് ആളുകൾക്ക് പ്രയോജനപ്പെടില്ല. പുതിയ ചട്ടം രൂപീകരിച്ചതുകൊണ്ട് ഇവിടുത്തെ ഭൂപ്രശ്നങ്ങൾ മാറില്ല എന്ന തരത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് UDFന്റെ ഒരു പ്രചരണം നടന്നത്. ഇത് തന്നെയായിരുന്നു NDAയുടെയും വാദം. എന്തായാലും നിലവിൽ ഇടുക്കി ജില്ലയിൽ LDFന് ഒരു മേൽക്കൈയുണ്ട്. അത് നിലനിർത്തുക എന്നൊരു ഉദ്ദേശമായിരിക്കും LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. UDFന് മുൻപുണ്ടായിരുന്ന ഒരു ആധിപത്യം അത് തിരിച്ചുപിടിക്കുക, NDAയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ അവരുടെ ഒരു സാന്നിധ്യം കൂടുതൽ മെച്ചപ്പെടുത്തുക എന്ന തരത്തിലായിരിക്കും അവരുടെയും ഒരു പ്രവർത്തനം നടന്നിട്ടുള്ളത്. എന്തായാലും ആളുകൾ വോട്ട് ചെയ്യാൻ വേണ്ടി 7 മണിയോടുകൂടി നടക്കും. നിലവിൽ മോക്ക് പോൾ പൂർത്തിയാകുമ്പോൾ ഒരു പ്രശ്നങ്ങളും ഒരു ബൂത്തിലും ഇല്ല, വോട്ടിംഗ് മെഷീനിൽ ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനിയുള്ള മണിക്കൂറുകളിൽ 7 മണിക്ക് കൃത്യം തന്നെ പോളിംഗ് തുടങ്ങും. പക്ഷേ വോട്ട് ചെയ്യാനുള്ള ആളുകളുടെ ഒരു വരവ് അത് ഒരു പതിയെ ആയിരിക്കും എന്നുള്ളതാണ് ഇടുക്കിയെ സംബന്ധിച്ച് പറയാനുള്ളത്. ഓക്കെ, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി നമ്മൾ പോകുന്നത് പത്തനംതിട്ടയിലേക്കാണ്. പത്തനംതിട്ടയിൽ ഷിജോ കുര്യനുണ്ട് വിശദാംശങ്ങളുമായി. ഷിജോ, ഗുഡ് മോർണിംഗ് അഗെയിൻ. പത്തനംതിട്ടയിൽ നമുക്കറിയാം വീറും വാശിയുമുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള, രാഹുൽ മാങ്കൂട്ടം വിഷയം, കാട്ടുപന്നി ശല്യം, കർഷക പ്രതിസന്ധി, ഇതൊക്കെ വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയങ്ങളായി മാറി. ഓരോ വീടുകളിലും കൈനിറയ വാഗ്ദാനങ്ങളുമായി സ്ഥാനാർത്ഥികൾ എത്തുന്നത്, ഒടുക്കം കളർഫുള്ളായിട്ടുള്ള ഒരു കലാശക്കൊട്ടൊക്കെ നമ്മൾ കണ്ടതാണ്. ഒപ്പം തന്നെ ആളില്ലാത്ത വീട്ടിൽ CCTV ക്യാമറയിലൂടെ NDA സ്ഥാനാർത്ഥി വോട്ട് തേടുന്ന കൗതുക കാഴ്ചയൊക്കെ വന്ന ഒരു ജില്ല കൂടിയാണ് പത്തനംതിട്ട. ഷിജോ, വിവരങ്ങൾ പറയൂ. മോക്ക് പോളൊക്കെ പൂർത്തിയായോ? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. എന്തായാലും ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ നിരവധിയായിട്ടുള്ള ഒട്ടനവധി വിഷയങ്ങൾ ചർച്ചയായിട്ടുള്ള ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. നേരത്തെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ, അതായത് കേരളം ചർച്ച ചെയ്യപ്പെടുന്ന വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ ചർച്ചയാവും നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്തവണ അങ്ങനെയല്ല. വിവിധ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ രാഷ്ട്രീയ വിഷയങ്ങൾ, കേരളം മുഴുവൻ സംസാരിച്ച വിഷയങ്ങളാണ് ഓരോ വാർഡിലും, പ്രത്യേകിച്ച് മലയോര മേഖലകൾ തുടങ്ങി നഗര ഗ്രാമ വ്യത്യാസങ്ങളില്ലാതെ എല്ലായിടങ്ങളിലും വലിയ തരത്തിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്തത്. അതിലേറ്റവും അധികം സജീവമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമെന്ന് പറയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള, അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീ വിഷയങ്ങൾ, മറ്റ് വിവിധ വിഷയങ്ങളുള്ള മലയോര മേഖലകളിലെ വന്യജീവി ശല്യം, അത് ഏറ്റവും അധികം ചർച്ചയായത് ഈ പറയുന്ന വയനാടും ഈ പറയുന്ന ഇടുക്കിയും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പത്തനംതിട്ടയിൽ കൂടിയാണ്. പത്തനംതിട്ടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അടക്കമുള്ള വിഷയങ്ങൾ വീടാന്തരം UDF ഓരോ ആളുകളിലേക്കും അത് എത്തിച്ചിട്ടുണ്ട്. അത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തങ്ങൾക്ക് CPMന് എതിരായി തങ്ങൾക്ക് അനുകൂലമായി ഇത് വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷ പത്തനംതിട്ടയിൽ UDF വെച്ച് പുലർത്തുന്നുണ്ട്. BJPയും അതേ രീതിയിൽ തന്നെയുള്ള പ്രചരണം. നമുക്കറിയാം UDF അടക്കം പത്തനംതിട്ട ജില്ലയിൽ വലിയ തരത്തിലുള്ള ശബരിമല സ്വർണ്ണക്കൊള്ളയ്ക്കെതിരെ, സർക്കാരിനെതിരെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം നടത്തിയതാണ്. BJPയും സമാനമായ പ്രക്ഷോഭം ഈ ജില്ലയിൽ നടത്തിയിട്ടുണ്ട്. അങ്ങനെ അത്തരത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ CPMന് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ആധിപത്യം ഇത്തവണ ഉറപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് ഈ പറയുന്ന BJPയും UDFും ആവർത്തിക്കുന്നത്. എന്തായാലും അത്തരത്തിൽ അങ്ങേയറ്റം നടത്തിയ ആ രീതി നടത്തിയ ഒരു പ്രവർത്തനം തങ്ങൾക്ക് വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷ കൂടി BJPയും UDFും വെച്ച് പുലർത്തുന്നുണ്ട്. അതേസമയം മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന രീതിയിലുള്ള ആ ഒരു എഡ്ജ് ഇത്തവണയും നിലനിർത്താം എന്നുള്ള പ്രതീക്ഷയിലാണ് CPM, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ളത്. അപ്പോൾ അത്തരത്തിൽ എല്ലാ വോട്ടർമാരെയും പരമാവധി വേഗം ഈ പറയുന്ന പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ കൂടി ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഏജന്റുമാർ നടത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ടയിലെ ഈ പറയുന്ന തട്ടയിൽ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മാങ്കുടി 9ാം വാർഡിലെ ഒരു സ്കൂളിലാണ്. ഇവിടെ NSS LP സ്കൂളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടേക്ക് കയറി പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ വാർഡിൽ നിന്ന് ജനവിധി തേടുന്ന ജനപ്രതിനിധികളുടെ പേര് വിവരങ്ങൾ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്.
പന്തളം തെക്കേക്കര മാങ്കുടി 9-ാം വാർഡ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു 4 സ്ഥാനാർത്ഥികളുണ്ട്. ജോൺസൺ ടി, കാഞ്ഞിരവിളിയിൽ CK രവിശങ്കർ, രാജേന്ദ്ര ബാബു, VP വിദ്യാധരൻ, അങ്ങനെ തുടങ്ങി ഗ്രാമപഞ്ചായത്തിലേക്കുള്ള ആളുകൾ. ഇതിനപ്പുറത്തേക്ക് വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ആളുകൾ, അതിനും അപ്പുറത്തേക്ക് വരുമ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് ജനവിധി തേടുന്ന ജനപ്രതിനിധികൾ. ഈ പറയുന്ന ആളുകളുടെയൊക്കെ കൃത്യമായിട്ടുള്ള പേര് വിവരങ്ങൾ, അതായത് ഈ പറയുന്ന മെഷീനിൽ എങ്ങനെയാണോ ആ രീതിയിൽ കൃത്യമായിട്ട് ആ പേര് വിവരങ്ങൾ പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ മോക്ക് പോളിംഗ് ഇവിടെ പുരോഗമിക്കുകയാണ്. ആളുകൾ നേരത്തെ തന്നെ ഇവിടേക്ക് വന്നിരുന്നു. അത് പ്രകാരമുള്ള മോക്ക് പോളിംഗ് പ്രക്രിയകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. മറ്റിടങ്ങളിൽ 6 മണിയോടുകൂടി തന്നെ മോക്ക് പോളിംഗ് തുടങ്ങിയിരുന്നു. ഇപ്പോൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മോക്ക് പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വിവരങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മോക്ക് പോൾ പൂർത്തിയാക്കി കൃത്യം 7 മണിയോടുകൂടി തന്നെ പോളിംഗ് ആരംഭിക്കും. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പോളിംഗ്. പരമാവധി വോട്ടർമാരെ എത്രയും വേഗം തന്നെ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യങ്ങൾ കൂടി രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട്. കാരണം ഏത് സമയത്ത് മാറിമറിയാവുന്ന, നമുക്കറിയാം കേരള രാഷ്ട്രീയം അങ്ങേയറ്റം ഓരോ സമയത്തും മാറിമറിയുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ കാലാവസ്ഥയും അതിനനുകൂലമായിട്ടുള്ള ആ രീതിയിലാണ് കാലാവസ്ഥയും. ഏത് സമയത്താണ് മഴ പെയ്യുക, പ്രത്യേകിച്ച് മലയോര മേഖല കൂടിയാണ് പത്തനംതിട്ട. അപ്പോൾ ഏത് സമയത്താണ് മഴ പെയ്യുക എന്നൊന്നും അറിയില്ല. അപ്പോൾ അത്തരത്തിൽ അങ്ങനൊരു ബുദ്ധിമുട്ട് വോട്ടർമാർക്ക് ഉണ്ടാകാതിരിക്കാൻ വളരെ വേഗം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉച്ചയ്ക്ക് ശേഷം ഈ പറയുന്ന മലയോര മേഖലയിൽ മഴയുണ്ടായിരുന്നു. അപ്പോൾ വരും ദിവസങ്ങളിൽ മഴ ശരി, ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. അവിടെയും ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാവുന്നു. ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് വോട്ടെടുപ്പ് ആരംഭിക്കാൻ ബാക്കിയുള്ളത്. എല്ലാ ഒരുക്കങ്ങളും ബൂത്തുകളിൽ പൂർത്തിയാവുന്നു. കാര്യമായ പരാതികളൊന്നും തന്നെ സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്നൊന്നും തന്നെ പരാതികളോ ആക്ഷേപങ്ങളോ ഒന്നും തന്നെ ഇതുവരെ ഉയർന്നു വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ വരുന്നൊരു വാർത്ത മമ്മൂട്ടിക്ക് വോട്ടില്ല എന്നതാണ്. കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മമ്മൂട്ടി വോട്ട് ചെയ്തത് പൊന്നുരുന്നി ബൂത്തിൽ നിന്നാണ്. ആ ബൂത്താണ് അല്പസമയം മുമ്പ് നമ്മൾ കണ്ടത്. പക്ഷേ ഇത്തവണ വോട്ടേഴ്സ് ലിസ്റ്റിൽ മമ്മൂട്ടിയുടെ പേരില്ല എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. രഞ്ജിത്ത്, അതെ, സംസ്ഥാനത്തെ 7 ജില്ലകളിലെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഉടൻ ആരംഭിക്കാൻ പോകുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം തുടങ്ങി ആദ്യഘട്ടത്തിൽ 7 ജില്ലകളാണ് പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. പോളിംഗ് ബൂത്തുകളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ പലയിടങ്ങളിലും മോക്ക് പോളിംഗ് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വോട്ടെടുപ്പിലേക്ക് കടക്കുകയാണ്. ഇനി വെറും 20 മിനിറ്റ് സമയം മാത്രമാണ് വോട്ടെടുപ്പ് ആരംഭിക്കാൻ ഉള്ളത്. തദ്ദേശ തെരഞ്ഞെടുപ്പെങ്കിലും വാശിയേറിയ പ്രചാരണവും സംസ്ഥാന തലത്തിൽ തന്നെ ചർച്ചയായ വലിയ വിവാദങ്ങളുമൊക്കെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിലൊരു ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രതീഷ്, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഈ പോരാട്ടത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ പോരാട്ടം എവിടെ എന്നുള്ള ചോദ്യത്തിന് ഒറ്റ ഉത്തരം നൽകുകയാണെങ്കിൽ അത് തിരുവനന്തപുരം നഗരസഭയാണ്. ശക്തമായ പോരാട്ടം നടക്കുന്നു. ത്രികോണ പോരാട്ടത്തിന്റെ വാശിയും വീറും അവിടെയുണ്ട്. പ്രചാരണത്തിലുടനീളം നിറഞ്ഞു നിന്ന വിവാദങ്ങൾ, വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയ നാടകീയമായ നീക്കങ്ങൾ, കോടതി വ്യവഹാരങ്ങളിലേക്ക് വരെ പോകുന്ന തരത്തിലുള്ള തർക്കങ്ങൾ, ഇതൊക്കെ നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടതാണ്. ഇനി വളരെ കുറച്ച് സമയം പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങളെത്താൻ. റിജിത്ത്, തീർച്ചയായും റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ ഈ ജനങ്ങൾ പോളിംഗ് ബൂത്തിലെത്തി സമ്മതിദാന അവകാശം വിനിയോഗിക്കാൻ. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിലാണ്. ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ അല്പസമയം മുമ്പ് പൂർത്തിയായിട്ടുണ്ട്. 6 മണിക്ക് മോക്ക് പോളിംഗ് ആരംഭിച്ചിരുന്നു. 6:30 കൂടി തന്നെ മോക്ക് പോളിംഗ് പൂർത്തിയാക്കി. സാങ്കേതിക പരിശോധനകളെല്ലാം തന്നെ ഇവിടെ നടത്തിയിട്ടുണ്ട്. മറ്റ് സാങ്കേതിക പിഴവുകളൊന്നും തന്നെ ഇല്ല എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈ 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. 6:30 കൂടി തന്നെ ഈ പലരും വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഫോർട്ട് ഹൈസ്കൂളിലെ 7 നമ്പർ ബൂത്തിലാണ്. അല്പസമയത്തിനകം തന്നെ ഈ വോട്ടെടുപ്പ് ആരംഭിക്കും. അതിനു മുന്നോടിയായി തന്നെ ഈ വോട്ട് ചെയ്യാനായി ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തി മടങ്ങാമെന്ന് കരുതിയാണ് കൂടുതൽ പേരും നേരത്തെ തന്നെ പോളിംഗ് ബൂത്തിൽ എത്തുന്നത്. അത്തരത്തിൽ എത്തുന്ന ഓരോ വോട്ടർമാർക്കും കൃത്യമായ ക്രമീകരണങ്ങൾ അവർക്ക് മനസ്സിലാക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തിരുവനന്തപുരത്തെ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് വന്നാൽ റിജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ വാശിയേറിയ പോരാട്ടം നടക്കുന്ന ഒരു ഇടം കൂടിയാണ് തിരുവനന്തപുരം. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ, കേരളം ഉറ്റുനോക്കുന്ന ഒരു കോർപ്പറേഷൻ കൂടിയാണ് തിരുവനന്തപുരം. വാശിയേറിയ ത്രികോണ മത്സരമാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ളത്. ഭരണം നിലനിർത്താൻ LDF-ഉം ഒപ്പം ഈ ഭരണം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും ഒരു അട്ടിമറി ജയത്തിലൂടെ ഭരണം പിടിക്കാൻ BJP-യും വലിയ പ്രചരണം, കൊണ്ടുപിടിച്ച പ്രചരണമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടത്തിയിട്ടുള്ളത്. ഈ സാധാരണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക വിഷയങ്ങൾ കൂടുതലായും ചർച്ച ചെയ്യുമെങ്കിൽ പോലും ഇത്തവണ ഈ കേരള രാഷ്ട്രീയ സാഹചര്യം ഉൾപ്പെടെ വലിയ ചർച്ചയായ പ്രചരണ വിഷയമായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് നടക്കാൻ പോകുന്നത്.
സർക്കാരിനെതിരായി വലിയ പ്രചരണം കോൺഗ്രസും BJPയും നടത്തിയിരുന്നു. അത് ഈ സംസ്ഥാന വ്യാപകമായി തന്നെ നടത്തിവന്ന പ്രചരണങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചും ഉണ്ടായിരുന്നു. ഈ രാഷ്ട്രീയ വിഷയങ്ങൾ, സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള ഉയർന്ന ആരോപണങ്ങൾ, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിവിധ വിവാദ വിഷയങ്ങളൊക്കെ തന്നെ വലിയ ചർച്ചയായ ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. ഒപ്പം സർക്കാരിനെതിരായി നിരവധി ആരോപണങ്ങൾ കോൺഗ്രസും BJPയും ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ പോലും നടപ്പിലാക്കിയ സംസ്ഥാനത്ത് ഇതുവരെ 5 വർഷം കൊണ്ട് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളാണ് ഇടതുമുന്നണി പ്രധാനമായി മുന്നോട്ട് വയ്ക്കുന്നത്. അത്തരത്തിൽ കുണ്ടും കൊടുത്തും വലിയ പ്രചരണങ്ങൾ ഈ കഴിഞ്ഞ കാലത്ത് നടന്നു പോയിട്ടുണ്ട്. ഇനി അതിൽ ജനം എന്ത് വിധി എഴുതും എന്നറിയാൻ ഇനി കുറച്ച് കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. 7 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. ഈ പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനുള്ള ശ്രമങ്ങൾ സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായി ഇന്നലെ പോലും വലിയ തരത്തിലൊരു പ്രചരണം, വീടുകൾ കയറിയിറങ്ങിയുള്ള പ്രചരണം സ്ഥാനാർത്ഥികളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും അത്രത്തോളം നിർണായകമാണ്. ഫലം നിർണ്ണയിക്കുന്നതിൽ ഓരോ സമ്മതിദായകനും പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ അവസാന വോട്ടും തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള ഒരു തത്രപ്പാടിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ ഉള്ളത്. ഇനി അതിന് കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. 7 മണിയോടുകൂടി തന്നെ വോട്ടെടുപ്പ് ആരംഭിക്കും. തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് തുടങ്ങിയാൽ വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് ഉള്ളത്. 6 മണിക്ക് ശേഷം ഈ പോളിംഗ് ബൂത്തിലെത്തുന്നവർക്ക് ടോക്കൺ നൽകി 6 മണിക്ക് ശേഷവും ഈ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കും. അത്തരത്തിൽ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഓരോ ബൂത്തിലും സജ്ജീകരിച്ചിട്ടുണ്ട്. 7 ജില്ലകളിൽ 480 പ്രശ്നബാധിത ബൂത്തുകളാണ് ഉള്ളത്. ആ ബൂത്തുകളിൽ ഏറ്റവും കൂടുതൽ തിരുവനന്തപുരം ജില്ലയിലാണ്. അവിടെ കൂടുതൽ പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. സുരക്ഷ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകളിൽ പ്രത്യേക വെബ്കാസ്റ്റിംഗ് സൗകര്യവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പഴുതടച്ച ക്രമീകരണങ്ങളാണ് പോലീസിന്റെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി ജനങ്ങൾ ഈ ഓരോ പോളിംഗ് ബൂത്തിലും എത്തി അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചാൽ മാത്രം മതി. എന്തായാലും ഈ ജനവിധി എങ്ങനെയായിരിക്കും എന്നതാണ് ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം. ഈ ഏകദേശം 1,32,00,000 വോട്ടർമാരാണ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ഇന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത്. ആ വോട്ടവകാശം, അവർ ചെയ്യുന്ന വോട്ട് ആർക്ക് അനുകൂലമായിരിക്കും എന്നത് ഏറെ നിർണായകമാണ്. എന്തായാലും ഇനി കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. അല്പസമയത്തിനകം തന്നെ ഈ വോട്ടെടുപ്പ് ആരംഭിക്കും. റിജിത്ത്, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.